ഹലോ ഫ്രണ്ട്സ്, എ ബി ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ ഇന്ന് തയ്യാറാക്കാൻ പോണത് ഒരടിപൊളി തക്കാളി രസമാണ്. എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ കുറച്ച് ഉലുവ ഇട്ട് പൊട്ടിച്ച് പിന്നെ ആവശ്യത്തിനായിട്ടുള്ള കടുക് ഇതെല്ലാം ഒന്ന് എണ്ണ കിടന്ന് മൂത്ത് പൊട്ടി വരുമ്പോഴത്തേക്കും കുറച്ച് സവോള, പച്ചമുളക് അത് രണ്ടും കൂടെ ഇട്ടൊന്ന് വാട്ടിയെടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് ഇഞ്ചി ഇടുക. പിന്നെ തക്കാളി രസത്തിന് ആവശ്യമായിട്ടുള്ള തക്കാളി ഇവിടെ നമ്മൾ രണ്ട് തക്കാളി ആട്ടോ എടുത്തേക്കണത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി നല്ല വരട്ടി വെച്ചതിന് ശേഷം കുറച്ച് കരിയാപ്പില ഇടുക. പിന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് വാളംപുളി കഴുകി പിഴിഞ്ഞെടുത്ത് ചാറെടുത്ത് വയ്ക്കുക. ഇത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങണ രസപ്പൊടിക്ക് പകരം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഒരു രസക്കൂട്ടാട്ടോ. ഇതിലാവശ്യത്തിനായിട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഈ 3 പൊടികളും കൂടെ തിളപ്പിച്ച വെള്ളത്തിലിട്ട് ആറ്റിയെടുക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ തക്കാളിയും റോസ്റ്റായി വന്നിട്ടുണ്ട്. നമ്മളുണ്ടാക്കിയ മസാല കേട്ടോ ഇത്. മസാല ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം തയ്യാറാക്കി വെച്ചിരുന്ന രസക്കൂട്ടിൻ്റെ വെള്ളം ഒഴിക്കാം. കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ വാളംപുളി പിഴിഞ്ഞ് ഊറ്റിയത് അത് ഊറ്റി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് ഉപ്പിടുക കേട്ടോ. ആവശ്യത്തിനായിട്ടുള്ള ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ.